ഹായ്, സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ളത് ഇന്ത്യക്കാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് USA-ക്ക്. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ ആൻഡ് ഇസ്രായേൽ. ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച ഇന്ത്യക്കാരനാണ് മാനവേന്ദ്രനാഥ റോയ് എന്ന MN റോയ്. ഇതേ ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1946 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്നത് 1861 കൗൺസിൽസ് ആക്ട് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമായത് എന്നാണ്? 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമായത്. മൊത്തം 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് 17 പേരും. കേരളത്തിൽ നിന്ന് എത്ര വനിതകളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്? 3 വനിതകൾ. ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ ആൻഡ് ദാക്ഷായണി വേലായുധൻ. ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9 സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് സച്ചിദാനന്ദ സിൻഹ. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി. ഭരണഘടനയുടെ ഉപദേശകനായിരുന്നത് BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആചാര്യ JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി. 1947 നവംബർ 17 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ആദ്യ സമ്മേളനം നടന്നു. GV മാവ്ലങ്കർ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29 അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിച്ചത് 1949 നവംബർ 26 അതുകൊണ്ടാണ് നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 2015 മുതലാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും എടുത്തിരിക്കുന്ന ആശയങ്ങളാണ് ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ് പാർലമെൻ്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ,
തിരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, കൂട്ടുത്തരവാദിത്തം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം എന്നിവ. USA-യിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് മൗലികാവകാശം, ആമുഖം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സുപ്രീം കോടതി. USSR-ൽ നിന്നും മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ എന്നിവയും, ജർമ്മനിയിൽ നിന്നും അടിയന്തരാവസ്ഥ, ഫ്രാൻസിൽ നിന്നും റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയും, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതിയുമാണ് കടമെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം എന്നിവയും, കാനഡയിൽ നിന്ന് ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയും, അയർലൻഡിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം നടത്തുന്നത് എന്നിവയുമാണ് കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം 395 വകുപ്പുകൾ, 22 അധ്യായങ്ങൾ, 9 പട്ടികകൾ എന്നിങ്ങനെയായിരുന്നു ഭരണഘടനയുടെ സംവിധാനം. ഇപ്പോഴുള്ളത് ആമുഖം 470 വകുപ്പുകൾ, 25 അധ്യായങ്ങൾ, 12 പട്ടികകൾ. ഇന്ത്യൻ ഭരണഘടനയെ 104 തവണയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? 552 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. ഇത് 1948-ലാണ് നടന്നത്. നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ, അയൺമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. ജനാധിപത്യം ഉത്ഭവിച്ചത് എവിടെയാണ്? ഗ്രീക്ക് നഗരമായ ഏഥൻസിലാണ് ജനാധിപത്യം ഉത്ഭവിച്ചത്. ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന വിശേഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ക്വാസി ഫെഡറൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എവിടെയാണ് നടന്നത്? ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാന നിയമമാണ് 1947-ലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏതു കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണ. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ സോഷ്യലിസം ആൻഡ് സെക്യുലറിസം കൂടി ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ മനഃസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖം കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ. ആമുഖത്തിനെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് N.A. പാൽഖിവാലയാണ്. ആമുഖത്തിനെ ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് K.M. മുൻഷിയാണ്. ഏണസ്റ്റ് ബർക്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ സാരാംശം എന്നാണ്. ആമുഖത്തിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർദാസ് ഭാർഗവ. താങ്ക് യു.